ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരായ മനുഷ്യർക്ക് ഇപ്പോൾ 2 എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നു. അത് കേസിലാണ്. പക്ഷേ സർക്കാർ പറയുന്നത് എത്രയും പെട്ടെന്ന് ടൗൺഷിപ്പ് കൊടുക്കും, മാതൃകാപരമായ പദ്ധതിയായിരിക്കും എന്നാണ് വിശ്വാസമുണ്ട്. തീർച്ചയായും വിശ്വാസമുണ്ട്. ഞാൻ ചൂരൽമലക്കാരിയാണ്, നഷ്ടമായിട്ടൊന്നുമില്ല. പക്ഷേ തീർച്ചയായിട്ടും സർക്കാരിൽ വിശ്വാസം ആശ്രയിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഈ പറയുന്ന പോലെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞു ഇതുവരെ സ്ഥലം കണ്ടെത്തിയില്ല, എന്നാൽ സ്ഥലം കണ്ടെത്തി അവിടെ കേസ് തീർത്ത് അവിടെ വരുമെന്ന് പറയുമ്പോഴും ഇപ്പോൾ വീണ്ടും ഒരു ഇതായി പറയുന്ന കേസ് നിലനിൽക്കും, അല്ലെങ്കിൽ ആ കേസ് തള്ളിപ്പോവില്ല എന്നുള്ള രീതിക്കാണ് പ്രചരിപ്പിക്കുന്നത്. നമ്മൾ സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചിട്ട് മുന്നോട്ട് പോകുക, എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പോകുക എന്നല്ല, ഇത് ഒരു ഭാഗത്ത് തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം. നമുക്ക് അതിഥികളിലേക്ക് കൂടി ഒന്ന് പോകണം. ഫ്രാൻസിസ് നമുക്കൊപ്പമുണ്ട്, നവാസ് ഉണ്ട്, ഒപ്പം പ്രശാന്ത് മലവേലുണ്ട്. പ്രശാന്ത്, ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ 2 സ്ഥലങ്ങളും ഈ മാസത്തോടു കൂടി കേസും കൂട്ടങ്ങളിൽ നിന്ന് മുക്തമായി ജനുവരി 1 or 2 അല്ലെങ്കിൽ ആദ്യ ആഴ്ചയിൽ തന്നെ പുനരധിവാസത്തിൻ്റെ ടൗൺഷിപ്പിൻ്റെ ആദ്യഘട്ടം തുടങ്ങുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1000 സ്ക്വയർ ഫീറ്റിലെ വീട്, സ്കൂള്, അമ്പലമെങ്കിൽ അമ്പലം, പള്ളിയെങ്കിൽ പള്ളി, ചർച്ച്, അതേപോലെ ആശുപത്രി സംവിധാനങ്ങൾ, ഇതെല്ലാം കൊണ്ടുവരുന്ന മാതൃകാ പദ്ധതിക്കാണ്. കേന്ദ്രത്തിൻ്റെ സഹായം എവിടെയെന്നൊരു ചോദ്യമുണ്ട്, അതിലേക്ക് വരാം. പക്ഷേ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? BJP-യുടെ ഇല്ല അരുൺ സാർ, ഒരു കോടതിയിൽ വ്യവഹാരം നടക്കുമ്പോൾ നമുക്കറിയാം, കോടതി ഇന്ന് വരെ അന്ന് ഈ എതിർകക്ഷികൾ പരാതി കൊടുത്തു എന്നതൊഴിച്ചാൽ രണ്ടാമത് ആ കേസ് ഇന്ന് വരെ പരിഗണിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അടുത്ത ആഴ്ച തീരുമെന്ന് പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഈ പാവങ്ങളെ വെറുതെ പറ്റിക്കുകയാണ്. ഈ പറ്റിക്കുന്നതിൽ മുഴുവൻ വീണു പോവുകയാണ്. നോക്കൂ, 4.5 മാസം കഴിഞ്ഞു, 4.5 മാസമല്ല, 6 ദിവസം കഴിഞ്ഞാൽ 5 മാസം പൂർത്തിയാവാൻ പോവുക. ഈ 5 മാസത്തിനിടയ്ക്ക് ചെയ്യേണ്ടുന്ന ആദ്യത്തെ കാര്യം എന്താണ്? അവിടെയുള്ള ആളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതല്ലേ. എന്ന് ഓഗസ്റ്റ് മാസം 10-നുള്ളിൽ ചെയ്യേണ്ട പണി 5 മാസം കഴിഞ്ഞിട്ടും ഇന്നും പൂർത്തിയായിട്ടില്ല. നമ്മൾ അതിനു വേണ്ടി ചർച്ച ചെയ്യുകയാണ്. കാരണം അതിൽ 588 ആളെ പേര് കൊടുക്കുന്നു, 388 ആളാവുന്നു, അതിൽ 70 ആളുകൾ ഇരട്ടിപ്പിച്ചു വരുന്നു. അതായത് ലിസ്റ്റിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. ഇനി അതും പോരാ, രണ്ടാമത് നമുക്ക് എന്താണ് വേണ്ടത്? ലിസ്റ്റ് തയ്യാറായാൽ ഇവരെ പുനരധിവാസിപ്പിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. അതിൽ ആർക്കൊക്കെ പ്രയോറിറ്റി കൊടുക്കണം, എങ്ങനെ കൊടുക്കണം. ലിസ്റ്റേ തയ്യാറായിട്ടില്ല. ഇനി